ഞാൻ എൻ്റെ പുരോഹിതരെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കും. ജെറമിയ 31:15 പൗരോഹിത്യത്തിൻ്റെ സമൃദ്ധിയിൽ പങ്കുചേർന്നുകൊണ്ട് നവപൂജാർപ്പണം നടത്തിയ ബഹുമാനപ്പെട്ട ഫാദർ അലക്സിസ് പെലിശ്ശേരി OACക്ക് പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഈ അനുഗ്രഹദായകമായ നിമിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം നേരുന്നതിനായി മുളയം ഇടവക വികാരി ബഹുമാനപ്പെട്ട ഫാദർ സിജോൺ കുഴിക്കാട്ടിമേലിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വരപ്രസാദം, സ്വർഗീയമായ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധമായ നിമിഷത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട അലക്സിസ് അച്ഛന് നമ്മുടെ ഇടവ കൂട്ടായ്മയുടെ ഒരു സ്നേഹം, നമ്മുടെ അനുമോദനം അറിയിക്കാനാണ് നമ്മളിവിടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആയിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ പറയുന്നുണ്ട്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അപ്പസ്തോലൻ തന്നെ വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണമെങ്കിൽ എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ നവവൈദികൻ അലക്സിസ് അച്ഛൻ്റെയും ആത്മവിശ്വാസം. പൗരോഹിത്യം സ്വീകരിച്ച് ശുശ്രൂഷ പൗരോഹിത്യത്തിലെ ആദ്യത്തെ നവപൂജാർപ്പണം നടത്തി. നമുക്കൊക്കെ ദൈവത്തിൽ നിന്ന് വരപ്രസാദവും അനുഗ്രഹങ്ങളും വാങ്ങിത്തന്നുകൊണ്ടാണ് അച്ഛൻ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ആയിരിക്കുന്ന അലക്സിസ് അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. ഇന്നത്തെ നമുക്ക് അനുഗ്രഹ പ്രഭാഷണത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അലക്സിസ് അച്ഛൻ്റെ പ്രൊവിൻഷ്യാളായ ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ് അയ്യനേത്ത് OAC അച്ഛനാണ്. അച്ഛൻ്റെ സന്യാസ കുടുംബത്തിൻ്റെ അതിൻ്റെ അധികാരിയാണ് ബഹുമാനപ്പെട്ട അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസകൾ നൽകാനായി ഇവിടെ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ദേവസി പന്തലുകാരനച്ഛനുണ്ട്. നമ്മുടെ ഇടവകയിലെ തന്നെ കുടുംബമായ ഹോം ഓഫ് ലവിൻ്റെ ഡയറക്ടർ അച്ഛൻ കൂടിയാണ്. അച്ഛന് ഹൃദ്യമായി ഞങ്ങൾ സ്വാഗതം നേരുന്നു. അടുത്തതായി നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ ഇടവ കുടുംബത്തിൽ തന്നെയുള്ള നിർമ്മലദാസി സന്യാസ സമൂഹത്തിൻ്റെ ജനറാളമ്മ ആയ ബഹുമാനപ്പെട്ട സിസ്റ്റർ LC ഇല്ലിക്കലാണ് നമ്മുടെ ഒപ്പം ഇവിടെ ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജനറാളമ്മയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം നേരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ആശംസ കൊടുക്കാനായി നമ്മുടെ ട്രസ്റ്റി ആയിട്ടുള്ള ബേബി ചേട്ടനുണ്ട്, ബേബി പ്ലാക്കൽ. അദ്ദേഹത്തിന് ഹൃദ്യമായി സ്വാഗതം നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ തിരുപ്പട്ടത്തിന് മാസങ്ങളായി നമ്മൾ ഒരുക്കത്തിലായിരുന്നു. അതിൻ്റെ തിരുപ്പട്ടത്തിൻ്റെ കമ്മിറ്റിക്ക് നമ്മളൊരു കൺവീനർ എടുത്തിരുന്നു, നമ്മുടെ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് നീലങ്കാവിൽ ചേട്ടൻ. അദ്ദേഹം നമുക്ക് ആശംസ തരാനായിട്ട് ഇവിടേക്ക് വരുന്നുണ്ട്. ഹൃദ്യമായി സ്വാഗതം നേരുന്നു. നമുക്ക് ഇന്നത്തെ ഈ ധന്യമായ ചടങ്ങിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോഗത്തിലേക്ക് നമ്മുടെ പ്രിയങ്കരനായ സിറ്റോണച്ചനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹ പ്രഭാഷണത്തിനായി ബദനി സന്യാസ സമൂഹത്തിൻ്റെ പ്രൊവിൻഷ്യൽ റെവറൻഡ് ഫാദർ സിജോൺ ജോർജ് ജോസഫ് അയ്യനേത്ത് OACയെ ക്ഷണിക്കുന്നു. നവാഭിഷിക്തനായ അലക്സിസ് പെലിശ്ശേരി OAC അച്ഛ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, വന്യ വൈദികരെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സെമിനാരിയൻസ്, SOS കുടുംബാംഗങ്ങളെ, ഇടവക ജനങ്ങളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ ബലിയിൽ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു, എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. സിനഗോഗിൽ 30 വർഷക്കാലം
കറങ്ങി അടിച്ചൊക്കെ നടന്ന് എങ്ങാണ്ടൊക്കെ പോയിട്ട് തൻ്റെ നാട്ടിലെ സിനഗോഗിൽ പ്രാർത്ഥിക്കാൻ പോയ യേശു ആ വിശുദ്ധ ഗ്രന്ഥമെടുത്ത് വായിച്ച് ശേഷം അവിടെ ഇരുന്നപ്പോൾ എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ എല്ലാവരും നമ്മുടെ അലക്സിസ് അച്ഛനെ, നവാഭിഷിക്തനായ അച്ഛനെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അസൂയ തോന്നുന്നുണ്ട്. ഞങ്ങളെ ആരും നോക്കുന്നില്ല, എല്ലാവരും അങ്ങോട്ടാണ് നോക്കുന്നത്. നന്മകൾ ചെയ്ത് കടന്നുപോയ ഒരു നസ്രായൻ, ആ നസ്രായൻ കടന്നുപോയ വഴികളിലൊക്കെ കടൽ തീരത്തൂടെ പോയപ്പോൾ കുറച്ച് പേരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. വല നന്നാക്കിക്കൊണ്ടിരുന്ന മീൻ പിടിച്ചുകൊണ്ടിരുന്നവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ചുങ്കസ്ഥലത്തിരുന്നവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. കൃഷിസ്ഥലത്ത് ആയിരുന്നവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവർ കലപ്പയും കാളയെല്ലാം ഉപേക്ഷിച്ചിട്ട് അവരനുഗമിച്ചു. വല നന്നാക്കിക്കൊണ്ടിരുന്ന വല ഉപേക്ഷിച്ച് അനുഗമിച്ചു. അങ്ങനെ അവർ 12 പേരായി. അതിൽ ഒരാൾ മാത്രമേ യേശുവിനെ തേച്ചിട്ട് പോയുള്ളൂ. തേക്കുമെന്നല്ലേ ഇപ്പം പറയുന്നത്. ഒറ്റ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് അറിയത്തില്ല. തേച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞാലേ അറിയത്തുള്ളൂ. അപ്പോൾ ഒരാൾ മാത്രം യേശുവിനെ തേച്ചിട്ട് പോയി. ബാക്കി 11 പേരുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയും 12 ശ്ലീഹന്മാർ എന്ന് പറയും. പിന്നീട് ഒരാളെ കൂടി അതിലേക്ക് ചേർത്തു. അപ്പോൾ ആ 12 ശ്ലീഹന്മാരുടെ ആ അവസാനത്തെ കണ്ണി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അലക്സിസ് അച്ഛനാണ്. യേശുവിൻ്റെ ആ നസ്രായൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റിയ ആ 12 പേരിലെ ഇന്നത്തെ അവസാനത്തെ കണ്ണിയാണ് നമ്മുടെ അലക്സിസ് അച്ഛൻ. എന്താണ് ആ നസ്രായൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതുവരെ ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു പൗരോഹിത്യമായിരുന്നില്ല. അതുവരെ ഉണ്ടായിരുന്നത് പൗരോഹിത്യം എന്ന് പറഞ്ഞ് ഏതെങ്കിലും വംശത്തിനോ കുടുംബത്തിനോ ഗോത്രത്തിനോ കുലത്തിനോ വേണ്ടി മാറ്റിവെച്ചിരുന്ന ആയിരുന്നു. ഒന്നുകിൽ അന്ന് ലേവി കുടുംബത്തിനായിരുന്നു. ഇന്ന് നമുക്കറിയാം ഇന്ത്യയിലെ ബ്രാഹ്മണർ ആയിട്ടുള്ള ആളുകൾക്കാണ്. പക്ഷേ ഈ നസ്രായൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് അവിടെ കുലമോ ജാതിയോ വംശമോ കുടുംബമോ ഗോത്രമോ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ആ പൗരോഹിത്യത്തിൽ പങ്കുപറ്റാം. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നവരൊക്കെ നമുക്കിത്, അല്ലെങ്കിൽ ഇങ്ങനെ നേരത്തെയുള്ള പൗരോഹിത്യമായിരുന്നു ഞങ്ങൾക്കൊന്നും പുരോഹിതരാകാൻ പറ്റത്തില്ല. അലക്സിസ് അച്ഛനും അങ്ങനെ പുരോഹിതനാകാൻ പറ്റത്തില്ല. പക്ഷേ ഈ നസ്രായൻ്റെ പ്രത്യേകത ഏതാണ്? ദ യുണീക്ക്നെസ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ എന്താണ് വേണ്ടിയത്? ഒരു കാര്യം മാത്രമേ ഉള്ളൂ. തൻ്റെ സ്നേഹിതന് വേണ്ടി ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഇത് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ഈ ബലിയിൽ പൂർത്തിയാക്കുവാൻ, അതായത് സ്നേഹത്തിൻ്റെ ആ ബലി എൻ്റെ സ്നേഹിതന് വേണ്ടി അർപ്പിക്കുന്നതിനേക്കാൾ, സ്വയം അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ആ കുരിശിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് അർപ്പിച്ച ഈ വിശുദ്ധ ബലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുവാനാണ്. അത് അനുഷ്ഠാനപരമായ പൗരോഹിത്യമല്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കൾട്ടിക് പ്രീസ്റ്റ്ഹുഡ്. അതുവരെ ഉണ്ടായിരുന്ന കൾട്ടിക് പ്രീസ്റ്റ്ഹുഡ് അല്ല യേശുവിൻ്റെ പൗരോഹിത്യം പറയാം. അതുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി അതിനെ അതിജീവിക്കുന്ന മറ്റൊരു പൗരോഹിത്യം, അതെന്ന് പറയുന്നത് അർപ്പണം, അനുഷ്ഠാനമല്ല, അർപ്പണത്തിൻ്റെ, സ്വയം അർപ്പിക്കുന്നതിൻ്റെ പൗരോഹിത്യമാണ്. അപ്പോൾ അവിടെ ഈ അനുഷ്ഠാനപരം വരുമ്പോഴാണ് നമുക്ക് ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. അനുഷ്ഠാനം എങ്ങനെയാകണം, അങ്ങനെ വേണോ ഇങ്ങനെ വേണോ, അതിനെപ്പറ്റി വഴക്കുണ്ടാക്കുന്നതൊക്കെ. അർപ്പണത്തിൽ സ്വയം അർപ്പിക്കുന്ന ബലി, അതിലാകുമ്പോൾ നമുക്ക് വഴക്കൊന്നുമില്ല. എല്ലാവരും നമ്മൾ സ്വയം അർപ്പിക്കുക. അപ്പോൾ നമുക്കറിയാം അലക്സിസ് അച്ഛന് ഇവിടെ ഈ മുളയം ഗ്രാമത്തിൽ വളർന്നു വന്ന ആളാണ്. ഇവിടെ അച്ഛൻ്റെ അമ്മ മേരി ഇവിടെ ഒരു സമർപ്പണമുണ്ടായിരുന്നു. വലിയ അർപ്പണം, സ്വയം സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വയം അർപ്പിച്ച ആ അമ്മയുടെ ആ അർപ്പണത്തിൻ്റെ, ആ ബലിയുടെ പൂർത്തീകരണമാണ് ഇന്നിവിടെ കണ്ടത്. ഈ അലക്സിസ് അച്ഛൻ, ആ അമ്മ സ്വയം അർപ്പിച്ച ആ അർപ്പണം
ഇപ്പോൾ തുടരുകയാണ്. SOS കുടുംബാംഗങ്ങൾക്ക് അഭിമാനിക്കാം. അവർക്ക് ഇനി അമ്മയുടെ സ്ഥാനത്ത് അച്ഛനുണ്ട്. ഒരുപക്ഷെ അമ്മ പോയപ്പോൾ ആ കുടുംബത്തിലുള്ളവർക്ക് വിചാരിച്ചാണ് ഞങ്ങൾക്ക് ആരുണ്ട് എന്ന്. നിങ്ങൾക്ക് ലഭിച്ച വലിയ ഒരു ദാനമാണ്. ഇനിയും അച്ഛനുണ്ട് നിങ്ങൾക്ക്, വേറെ ആരും വേണ്ട. അപ്പോൾ ഈ അച്ഛന് അലക്സിസ് അച്ഛൻ അർപ്പിക്കുന്ന ഓരോ ബലിയും ആ അമ്മയുടെ അർപ്പണത്തിൻ്റെ, ആ ബലിയർപ്പണത്തിൻ്റെ തുടർച്ചയാണ്. അച്ഛൻ്റെ ഈ പൗരോഹിത്യ ജീവിതത്തിൽ ദൈവം ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകട്ടെ. ആ സ്നേഹത്തിൻ്റെ ബലി, ആ കുരിശിലെ ബലി പൂർത്തിയാക്കുവാൻ അച്ഛൻ്റെ ജീവിതത്തിലൂടെ സാധിക്കട്ടെ. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ അച്ഛന് വലിയ അത് സമ്പത്താണ്. അച്ഛൻ്റെ ആ SOS കുടുംബം എന്ന് പറയുന്നത് അച്ഛന് വലിയ ശക്തിയാണ്. ആ ശക്തിയോടുകൂടി ലോകമെങ്ങും ആ പൗരോഹിത്യത്തിൻ്റെ ആ ശുശ്രൂഷയുടെ സമയത്ത് ലഭിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, അഭിഷേക അഗ്നി ലോകം മുഴുവനും കത്തിജ്വലിക്കട്ടെ. ഒരു കത്തോലിക്ക പുരോഹിതനായതുകൊണ്ട് എൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അച്ഛൻ പൗരോഹിത്യത്തിൻ്റെ പട്ടം സ്വീകരിച്ചത് മലങ്കര കത്തോലിക്ക സഭയിലെ ആണ്. മലങ്കര കത്തോലിക്ക സഭയിലെ അഭിവന്യ മെത്രാനിൽ നിന്നാണ്. ഇന്ന് അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് സിറോ മലബാർ സഭയിലെ പെട്ട അനുഷ്ഠാനം, അതിലെ കർമ്മത്തിലാണ്. ഇനി അച്ഛൻ നാളെ അർപ്പിക്കാൻ പോകുന്ന ഒരു പക്ഷേ ലത്തീൻ ക്രമത്തിലായിരിക്കാം. ഇതാണ് കത്തോലിക്ക സഭയുടെ ബ്യൂട്ടി, സൗന്ദര്യം എന്ന് പറയുന്നത്. ഇത് വേറൊരു സഭയ്ക്ക് അവകാശപ്പെടാവുന്നതല്ല. അപ്പോൾ ഇത്ര വലിയ സമ്പന്നമായ കത്തോലിക്ക സഭയിലെ ഒരു വൈദികനായി തീർന്നതിൽ അച്ഛനെ അഭിമാനിക്കാം. ഞങ്ങൾക്കെല്ലാം വളരെ അഭിമാനമുണ്ട്. അച്ഛൻ്റെ അച്ഛൻ്റെ പരിശീലനത്തിൽ, അച്ഛൻ്റെ സന്യാസ വൈദിക പരിശീലനത്തിൽ അനുഗമിക്കുവാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും, തീർച്ചയായിട്ടും അച്ഛൻ നല്ലൊരു സന്യാസ വൈദികനായിട്ട് അച്ഛന് ജനങ്ങൾക്ക്, ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. വെറും പൗരോഹിത്യമല്ല, സന്യാസവും പൗരോഹിത്യവും രണ്ടും കൂടി ഒന്നിച്ചു ചേരുന്ന അതിവിശിഷ്ടമാണ്. സന്യാസവും പൗരോഹിത്യങ്ങളും ഒന്നിച്ചു ചേരുന്നതാണ്. അപ്പോൾ ആ ബഥനി ആശ്രമത്തിലൂടെ ഒരു നല്ല സന്യാസ വൈദികനായിട്ട് അച്ഛനെ ജീവിക്കുവാനായിട്ടുള്ള ദൈവം, നല്ലവനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും പരിശുദ്ധാത്മ അഭിഷേകവും ധാരാളമായിട്ട് നൽകട്ടെ എന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, നമ്മുടെ വികാരി അച്ഛൻ്റെ പേരിൽ, ഇവിടെ ഈ ഇടവക ജനങ്ങളുടെ പേരിൽ, നമ്മുടെ SOS കുടുംബാംഗങ്ങളുടെ പേരിൽ, ഈ നാട്ടുകാരുടെ പേരിൽ, സുഹൃത്തുക്കളുടെ പേരിൽ ഞാൻ വളരെ ഏറ്റവും സ്നേഹപൂർവ്വം അച്ഛനെ നേരുകയാണ്. അച്ഛൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് എന്താണെന്നുള്ളത് അറിയാനുള്ള ആഗ്രഹം അച്ഛനുണ്ടെന്നറിയാം. അച്ഛന് പട്ടം കൂടെ കഴിഞ്ഞപ്പോഴും അവരെന്നോട് ചോദിച്ചു, എന്താണ് ആദ്യത്തെ അപ്പോയിൻമെൻ്റ് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം അതിനെപ്പറ്റി അതറിഞ്ഞിട്ട് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, അതിപ്പോൾ പറയാമെന്ന് പറഞ്ഞു. ഒരുപക്ഷേ അച്ഛന് ഈ ഒരു അവസരം അത് പറയുവാനായിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. അച്ഛൻ എഴുതി കൊടുത്തിട്ടില്ല ഇതുവരെ, അച്ഛനും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സസ്പെൻസായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു അവസരം, നിങ്ങളെല്ലാവരും കൂടിയിരിക്കുന്ന ഈ അവസരം അത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം പ്രാർത്ഥനയുടെ വിഷയമാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മറ്റു കാര്യത്തിന് വേണ്ടിയല്ല. അച്ഛന് കാരണം ഒരു വൈദികനായിട്ട് തീർന്നു. ആദ്യം ആ വർഷം അവർ ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റവും ദൈവത്തിന് ഹിതകരമായ രീതിയിൽ ചെയ്യുമ്പോൾ അതാണ് അച്ഛൻ്റെ ഭാവിയും തീരുമാനിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബഥനി നവജ്യോതി പ്രൊവിൻസിലെ അംഗമാണ് അച്ഛന്. ഞങ്ങൾ പ്രൊവിൻഷ്യലേറ്റ് അവിടെ ആലുവ ദേശത്താണ്. അപ്പോൾ ദേശത്ത് അവിടെയാണ് ഞങ്ങളുടെ കൗൺസിൽ അംഗങ്ങളൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ കൗൺസിൽ കൂടിയപ്പോൾ അച്ഛനെ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ അച്ഛനെ വേറെ അങ്ങോട്ടും വിടുന്നില്ല, ദൂരെ എങ്ങും വിടാതെ പ്രൊവിൻഷ്യലേറ്റിൽ തന്നെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊവിൻഷ്യലേറ്റിൽ തന്നെ പ്രത്യേകിച്ച് എൻ്റെ കൂടെ കുറച്ചാൾ നിൽക്കട്ടെ എന്ന് കരുതി. അപ്പോൾ എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് അച്ഛന് ഉത്തരവാദിത്വങ്ങൾ എനിക്കല്പം ജോലി കൂടുതലാണ്. അപ്പോൾ അച്ഛനെ കുറച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലി കുറച്ച് കുറയും. അതുകൊണ്ട്
അച്ഛനെ എൻ്റെ കൂടെ നിർത്തി എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ടും അതോടൊപ്പം തന്നെ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിക്കുകയാണ്. നമ്മുടെ ബഥനി നവജ്യോതി പ്രൊവിൻസിൻ്റെ അസിസ്റ്റൻ്റ് വൊക്കേഷൻ പ്രൊമോട്ടറായിട്ടും അച്ഛനെ നിയമിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നമുക്ക് ദൈവവിളി ആവശ്യമുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി മോട്ടിവേറ്റ് ചെയ്യുക, ഓറിയൻറ്റേഷൻ കൊടുക്കുക. അപ്പോൾ അതിന് പള്ളികൾ സന്ദർശിക്കുക, കുട്ടികളെ സന്ദർശിക്കുക, ക്യാമ്പുകൾ നടത്തുക, ധാരാളം ബൈബിൾ ക്യാമ്പുകളും മറ്റും സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വമാണ്. അതിനിപ്പോൾ ഉടനെ തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ എടുക്കുന്നത്. അപ്പം ഡേവിഡ് അച്ഛന് കണ്ടിട്ട് സന്തോഷമായെന്ന് തോന്നുന്നു. ഡേവിഡ് അച്ഛനാണ് ഇപ്പോൾ അസിസ്റ്റൻ്റായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജോലി ഒന്ന് മാറി കിട്ടിയല്ലോ എന്നുള്ളതായിരിക്കും അച്ഛൻ സന്തോഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉത്തരവാദിത്വമാണ് അച്ഛനെ ഇപ്പം തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നീട് ചിലപ്പോൾ മറ്റു കാര്യങ്ങളിൽ അച്ഛന് കൊടുത്തിരിക്കും. അപ്പോൾ എല്ലാവിധമായിട്ടുള്ള അച്ഛൻ്റെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സുദിനത്തിൽ നല്ലൊരു സന്ദേശം നമുക്ക് പകർന്നെന്ന അച്ഛന് നന്ദി പറയുന്നതിനോടൊപ്പം ആശംസകൾ അർപ്പിക്കുന്നതിനായി നമ്മുടെ ട്രസ്റ്റി ബേബി പ്ലാക്കലിനെ ക്ഷണിക്കുന്നു. മിശിഹായ്ക്ക് ഏറ്റവും പ്രിയ ബഹുമാനരായ വൈദിക ശ്രേഷ്ഠന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഇന്ന് മുളയം ഇടവകനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ സന്തോഷം നൽകുന്നൊരു സുന്ദര സുദിനമാണ്. കാരണം നമ്മൾ ഏകദേശം 40 വർഷത്തിലേറെയായി ഇവിടെ ഒരു അച്ഛൻ ഉണ്ടാവണമെന്ന് കരുതി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പല വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായി നമുക്കൊരു അച്ഛനെ കിട്ടിയപ്പോൾ നമുക്ക് മധുരം ഇരട്ടിയായി. ഞങ്ങൾ 1970 കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് കാര്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ 9 കിലോമീറ്റർ ഇടയ്ക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് പള്ളി ഉണ്ടായിരുന്നത്. അവിടെ പോയി പ്രാർത്ഥിക്കാനും കുർബാന സ്വീകരിക്കാനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളൊക്കെ കൊച്ചു കുട്ടികളായിരുന്നേ. അതുകൊണ്ട് തന്നെ ആത്മീയമായിട്ട് ഞങ്ങൾ വളരെ പിന്നാക്കമായിരുന്നു ഈ ഗ്രാമം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂലിപ്പണിക്കാരും കൃഷിക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്ര ദൂരം പോയി കുർബാന കൊള്ളാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ വിഷമം കണ്ടിട്ട് ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അരയുന്ന സമയത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് ഡാമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ദേവന്തനായ നമ്മുടെ ചുങ്കത്തച്ഛൻ, ജോസഫ് ചുങ്കത്തച്ഛൻ, ഞങ്ങളുടെ ഈ അലച്ചിൽ കണ്ടിട്ട് മുളയങ്കാർക്ക് ഒരു പള്ളി വേണമെന്ന് ഉദ്ദേശിക്കുകയും ഞങ്ങൾക്ക് ഒരു കൊച്ചു പള്ളി, ഇപ്പം നമ്മുടെ ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് കാണുന്ന ആ കൊച്ചു കെട്ടിടം നമുക്കൊരു പള്ളിയായി തന്നു. ഞാൻ ഈ പള്ളി ഉദ്ദേശിച്ചത് ഒരു ചെറിയ വൃക്ഷത്തൈ, ഒരു ചെടി, അത് നനയ്ക്കുന്നതിന് വേണ്ടി, ആ പള്ളിയാവുന്ന ചെടി നനയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഇവിടെ ഒരു മഠം തന്നു നിർമ്മൽദാസികളാണ് ഞങ്ങളെ സിസ്റ്റേഴ്സിന് ഞങ്ങളെ ഈ പള്ളീനെ പരിപാലിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്. കാലങ്ങളേറെ കഴിഞ്ഞപ്പോൾ ഈ ഒരു മഠം എന്നുള്ളത് നമുക്ക് 5 മഠങ്ങളായി, 3 കോൺഗ്രിഗേഷനായിട്ട് 5 മഠങ്ങൾ കിട്ടി. അതുപോലെ ഞങ്ങളുടെ മുളയത്തിൻ്റെ അഭിമാനമായ മേരിമാത സെമിനാരിയും അതിനോടനുബന്ധിച്ച് തോളോട് തോൾ ചേർന്ന് 2 സെമിനാരിയും വന്നു. അപ്പോൾ ഞങ്ങൾക്ക് സ്വർഗീയമായിട്ട് ആത്മീയമായിട്ട് വിരുന്ന് കിട്ടി. പക്ഷേ ആ ചെടി വളർന്നെങ്കിൽ തന്നെ അതിൽ ഫലം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അലക്സിസ് അച്ഛൻ്റെ ഞങ്ങൾക്കതൊരു നല്ലൊരു മധുരമായ ഫലം. ഞാൻ കേട്ടത് ഒരു നിധി കിട്ടിയ പോലെയാണ്. ഞങ്ങളുടെ ഈ ഇടവകയ്ക്ക് ഒരു നിധി കിട്ടി. ഞങ്ങളാ മനസ്സിലുണ്ടായിരുന്ന ഒരു കുറ്റബോധം മാറിക്കിട്ടി. അലക്സ് അച്ഛൻ ഞങ്ങൾ വളരെ നന്ദിയും അനുമോദനം ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഈ ഇടവക മുഴുവനും അച്ഛനോട് പ്രാർത്ഥന ഉണ്ടായിരിക്കും, കടപ്പാടുണ്ടായിരിക്കും. ഇടവയ്ക്ക് വേണ്ടി മുഴുവനും എല്ലാവർക്കും വേണ്ടി ഞാൻ അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. ഒരു വാക്കുകൂടി പറയാനുണ്ട്. നമ്മുടെ ഈ പള്ളി വളരെ ഇത്ര മനോഹരമാക്കി ഭംഗിയാക്കിയത് നമ്മുടെ സിസ്റ്റേഴ്സ് നമുക്ക് പ്രത്യേകിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇവിടെ ഇന്നലെ ഞാൻ വരുമ്പോൾ ഇവിടെ ഉള്ളപ്പം 13 സിസ്റ്റേഴ്സുമാരുണ്ടായിരുന്നു ഇതൊക്കെ ഭംഗിയായിട്ട് അലങ്കരിക്കാൻ. ആ സിസ്റ്റേഴ്സിന് പ്രത്യേകം നന്ദി പറയാനുള്ളത്. അപ്പം അച്ഛൻ പറഞ്ഞു, നമ്മുടെ നീലങ്കര ഫ്രാൻസിസ് ചേട്ടനാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചരട് വിളിച്ചിരുന്നത്. ഫ്രാൻസിസ് ചേട്ടന് പ്രത്യേകം ഈ അവസരത്തിൽ ഓർക്കുകയാണ് നന്ദി പറയാണ്.
ഇതിന് എല്ലാത്തിനും മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ അച്ഛൻ സിജോൺ അച്ഛൻ്റെ കീഴിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വളരെ സന്തോഷമാണ്, വളരെ കംഫർട്ടബിളാണ്. അച്ഛൻ എല്ലാത്തിനും വ്യക്തമായ തീരുമാനവും നിർദ്ദേശം തരും. അപ്പോൾ അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബേബിയേട്ടന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മുടെ ഇടവകയിലെ സ്ഥാപനമായ ഹോം ഓഫ് ലവിൻ്റെ ഡയറക്ടർ ഫാദർ ദേവസി പന്തലുക്കാരനെ ഈ സന്തുര നിമിഷത്തിൽ ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നവവൈദികനായ ബഹുമാനപ്പെട്ട അലക്സിസ് അച്ച, പ്രൊവിൻഷ്യൽ ജോർജ് അച്ച, ജനറൽ അമ്മ, വികാരി അച്ഛൻ, ആശംസാ പ്രഭാഷകർ, സ്നേഹമുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, മുളയം ഇടവകയ്ക്ക് ആദ്യമായി ഒരു വൈദികനെ കിട്ടി. അച്ഛൻ ഈ ഇടവകയിലെ ഫസ്റ്റാണ്. അച്ഛൻ പാട്ടിൽ ഫസ്റ്റാണ്. പുത്തൻ കുർബാന നമ്മൾ ആസ്വദിച്ചതാണ്. പഠനത്തിൽ തിയോളജിയിലും ഫിലോസഫിയിലും അച്ഛൻ ഡിസ്റ്റിങ്ഷൻകാരനാണ്. അപ്പോൾ ഫസ്റ്റാണ്. ആദ്യം കിട്ടിയ അപ്പോയിൻമെൻറ്റും ഫസ്റ്റാണെന്ന് നമ്മൾ കേട്ടു. ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് ആവുക ആരാണ്? ബെസ്റ്റായ ആൾ. എൻ്റെ ആശംസയുടെ ആരംഭം ഇതാണ്. അച്ഛ ഫസ്റ്റായിരിക്കുന്നത് പോലെ എപ്പോഴും ബെസ്റ്റും കൂടി ആയിരുന്നോളൂ. എൻ്റെ പട്ടത്തിൻ്റെ അനുമോദന യോഗം നടന്നപ്പോൾ എൻ്റെ നാട്ടുകാരനൊരച്ഛൻ, അദ്ദേഹം ഇപ്പോൾ ചിറ്റിശ്ശേരി വികാരിയാണ്, വർഗീസ് കാഞ്ഞിരത്തിങ്ങൽ എന്നാണ് പേര്, എന്നെ ആശംസിച്ചത് ഇങ്ങനെയാണ്: അച്ഛ, കട്ടിലുമ കിടന്ന് മരിക്കരുതെന്നാണ്. കട്ടിലുമ കിടന്ന് മരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അന്നേരം എനിക്ക് ഞെട്ടല തോന്നിയത്. വളരെ വൈകിയാണ് അതായിട്ട് പൊരുത്തപ്പെടാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ OIC സമൂഹത്തിലുള്ള ഒരച്ഛൻ, എനിക്ക് പലതുകൊണ്ടും ഏറെ പ്രിയപ്പെട്ട ഒരച്ഛൻ അങ്ങനെ മരിച്ചത് എനിക്ക് ഓർക്കാതിരിക്കാനാവണില്ല. ഞാൻ വടവത് സെമിനാരിൽ പഠിച്ചിരുന്നപ്പോൾ എൻ്റെ കുമ്പസാരക്കാരൻ ലൂയിസ് മൂല വീട്ടിലച്ഛനായിരുന്നു. അച്ഛൻ്റെ മലങ്കര കുർബാനയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അലൗകിക ആത്മീയ അനുഭൂതി വിശേഷമായിരുന്നു. അച്ഛൻ കട്ടിലുമേ കിടന്നിട്ടല്ല മരിച്ചേക്കണം. എവിടെ കിടന്നു എന്നുള്ളതല്ല, കട്ടിലാണോ തട്ടിലാണോ താഴെയാണോ എന്നുള്ളതല്ല. അനുവദനീയമായ കാലം ഫസ്റ്റായി ബെസ്റ്റായി ജോലി ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. അതിനുള്ള ആരോഗ്യങ്ങൾ അച്ഛനുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സെൻറ്റ് തോമസ് കോളേജിൽ ജോലി ചെയ്തിരുന്നൊരു കാലത്ത് APJ അബ്ദുൾ കലാമിനെ ഒരു സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ പ്രിൻസിപ്പൾ എന്നുള്ള നിലയിൽ എനിക്കൊരു മഹാഭാഗ്യമുണ്ടായി. അദ്ദേഹം മരണമടഞ്ഞത് ജോലി ചെയ്യുമ്പോഴാണ്, കട്ടിൽ കെടുക്കുമ്പോഴല്ല. അദ്ദേഹം സിംലയിലെ ഒരു സ്ഥാപനത്തിൽ ചെന്ന് വിദ്യാർത്ഥികളെയും അവിടുത്തെ അധ്യാപകരുടെ അവർ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പെടഞ്ഞ് കുഴഞ്ഞ് വീണ് മരിക്കേണ്ടത്. അദ്ദേഹം അവസാനം പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വ സുഹൃത്തിനെ കണ്ടപ്പോൾ സുഖമാണോ എന്ന് ചോദിച്ചു. ആയിരിക്കുന്ന സ്ഥലത്ത് എല്ലാവർക്കും സുഖമാണോ എന്നന്വേഷിച്ച് അതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പരമാവധി പരിശ്രമിച്ച് പണിയെടുത്ത് അജപാലന ശുശ്രൂഷയിൽ വ്യാപരിക്കാൻ അച്ഛനാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ അബ്ദുൾ കലാം മരണമടഞ്ഞത് 2015 ജൂലൈ മാസം 27-ാം തീയതിയായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഈ അതിരൂപതയുടെ പടിഞ്ഞാറൻ സാമ്രാജ്യത്തിലുള്ള ഏങ്ങണ്ടിയൂർ പള്ളിയിൽ ചെന്ന് അവിടെ നിന്ന് ഞാൻ വാടാനപ്പള്ളി പള്ളിയിലേക്ക് പോവുക. അപ്പോൾ ഒരുപാട് കവലകളിലൊക്കെയും വർണ്ണചിത്രങ്ങളുണ്ട്. അബ്ദുൾ കലാമിൻ്റെ ചിത്രം, ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ടുള്ള പ്രചരണം ഒക്കെ ഉണ്ട്. ഒരു ബോർഡ് കണ്ടത് എന്നെ പ്രത്യേകമായി ആകർഷിച്ചു. ഞാൻ എൻ്റെ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് അതിൽ കണ്ട വാചകം എഴുതി വെച്ച് പഠിച്ചത്:
പ്രത്യേകിച്ച് സന്യസ്ത സമൂഹ സഹോദരിമാർക്ക് കാണുമ്പോൾ അത് ഞാൻ പലപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. അതിങ്ങനെയാണ്. APJ അബ്ദുൽ കലാം മരിച്ചതിൻ്റെ അടുത്ത ദിവസം നമ്മുടെ ഈ അതിരൂപതയുടെ പള്ളിക്കാരൊന്നുമല്ല ഒരു സെക്യുലർ ക്ലബ്ബുകാർ എഴുതി വെച്ചൊരു വാചകം എങ്ങനെയാണ്: മരിച്ച് മഞ്ചയിൽ കിടക്കുമ്പോൾ ഒരു കെട്ടിയോളും 3-4 കുട്ടിയോളും അടുത്തിരുന്ന് വാവിട്ട് നിലവിളിക്കാൻ എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച അങ്ങയുടെ ദേഹവിയോഗത്തിൽ ഈ ജനത മുഴുവൻ, ഈ രാജ്യം മുഴുവൻ നെഞ്ചു പൊട്ടി കേഴുന്നു എന്നാണ് അവിടെ എഴുതി വെച്ചത്. ഒരു കെട്ടിയോളില്ലാത്തത്, കുറച്ച് കുട്ടിയോളില്ലാത്തത് ഒരു കാലത്തും നമുക്ക് ഒരു നഷ്ടമല്ല, ഒരു കഷ്ടമല്ല. അത് നമുക്ക് അഭിമാനമാണ്, നമുക്ക് സ്വാതന്ത്ര്യമാണ്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയാണ്. അതാണ് നമ്മുടെ ആത്മനിർവൃതി എന്ന് ചിന്തിക്കാൻ ആകൃതിയിലും പ്രകൃതിയിലും നിർവൃതിയിലും ഒക്കെ അച്ഛന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ആ പ്രവർത്തനം അത് കണ്ട് എല്ലാവരും ഏങ്ങലടിച്ച് വ്യാകുല മാതാവിനെ പോലെ ഇങ്ങനെ വദനവാഹികളായിട്ട് നടക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അതിനെക്കുറിച്ചും അവസാനം കർത്താവ് തന്നെ പറഞ്ഞില്ലേ, എല്ലാം പൂർത്തിയായിരിക്കുന്നു. മാർക്കസ് ഔറേലിയസിൻ്റെ മെഡിറ്റേഷൻസിൻ്റെ അവസാന ഭാഗത്ത് ആരാണ് ഭാഗ്യപ്പെട്ടു മരിക്കണതെന്ന് ചോദിക്കുമ്പോഴും ഇതേ വാചക പറയുന്നത്, എന്നെ ഏൽപ്പിച്ച ജോലി അത് ഞാൻ ഭംഗിയായിട്ട് പര്യവസാനിപ്പിച്ചിട്ടുണ്ടെന്നുള്ള സംതൃപ്തിയോടെ ചാരിതാർത്ഥ്യത്തോടെ ആരുമായിരിക്കുന്നുവോ അത് എവിടെയെങ്കിലും ആയിക്കോട്ടെ, അതാണൊരു മനുഷ്യൻ്റെ വലിയ ജീവിത വിജയം. നമ്മുടെ അഭിമന്യ ടോണി നീലങ്കാവിൽ പിതാവിത സമാഗതനാകുന്ന വേദിയിലേക്ക് പിതാവിനെ സ്വാഗതം ചെയ്തുകൊണ്ടും നവവൈദികന് ഏറ്റവും ആത്മാർത്ഥമായ അഭിനന്ദനങ്ങളും കൃതജ്ഞതാ മംഗളാശംസകളും അർപ്പിക്കുക കൂടി ചെയ്തുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് വളരെ സന്തോഷമുണ്ട്. കുറച്ച് നേരത്തെ മുന്നേ നമ്മുടെ അഭിവന്ധ്യ ടോണി പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അലക്സിസ് അച്ഛൻ്റെ പുത്തൻ കുർബാനയോട് അവസാന നിമിഷം ഓടി വരുന്നുണ്ട്. എനിക്ക് പിതാവ് തന്നെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്താണ് ഇത് വന്നതെന്ന് ഞാൻ അറിയുന്നത്. നമ്മുടെ അച്ഛനോടുള്ള വലിയൊരു സ്നേഹമാണ്. രണ്ടാമത് പിതാവ് അച്ഛൻ്റെ ആത്മീയ ഗുരുവാണ്, ആത്മീയ ശിഷ്യനും കൂടിയാണ്. സ്നേഹത്തോട് ഇത്ര ത്യാഗം എടുത്ത് ഓടി വന്ന പിതാവിന് മുഴുവൻ ജനത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു. പിതാവിനെ ക്ഷണിക്കുന്നു. പൂജാർപ്പണം നടത്തിയ തിരുപ്പട്ട സ്വീകരിച്ച അലക്സിസ് അച്ഛനെ ആശംസ പറയാൻ. ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയും നമ്മുടെയൊക്കെ കേന്ദ്രവുമായിട്ട് മധ്യത്തിലായിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള ബഹുമാനപ്പെട്ട അലക്സിസ് അച്ഛ, ആദ്യമായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. പ്രിയ പ്രൊവിൻഷ്യാളച്ച, പ്രിയ പന്തലുക്കാരനച്ച, വികാരിയച്ച, പ്രിയ ജനറാളമ്മേ, ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരീ സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരെയും പോലെ ഈ മുളയം കുന്ന് ഇന്ന് കയറി വരുമ്പോൾ എല്ലായിടത്തും അലക്സിസായിരുന്നു. ഈ വഴി നീളെ ഈ ഇന്നത്തെ ഈ നവപൂജാർപ്പണത്തിൻ്റെ വലിയ സന്തോഷം കാണാൻ സാധിക്കുമായിരുന്നു. SOSൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും വലിയ അലങ്കാരങ്ങളൊക്കെ ആയിട്ട് ഞാൻ കണ്ടു. തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം മകനാണ് ഇന്ന് പുരോഹിതനായിട്ട് ഇവിടെ പൂജാർപ്പണം നടത്തിയത്. ഞാൻ അലക്സിസുമായിട്ടുള്ള ബന്ധം വളരെ ചെറുപ്പം മുതലുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ
ഒരു 16 വർഷം ഈ മുളയം സെമിനാരിയിൽ അധ്യാപകനായിരുന്നു. ആ സമയം മുതൽ SOSുമായും പ്രത്യേകിച്ച് അലക്സിസുമായിട്ടുള്ള വലിയ സൗഹൃദം എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിരിക്കുന്നൊരു പ്രത്യേകത, സെമിനാരി ചേർന്നതിന് ശേഷം എല്ലാ അവധിക്കും നിർബന്ധമായിട്ടും എൻ്റെ അടുത്ത് വരുമായിരുന്നു. കുറച്ച് സമയം സംസാരിക്കുമായിരുന്നു. അജപാലന പരിശീലനത്തിൻ്റെ ആ എത്തി നിൽക്കുന്ന ഘട്ടത്തെ ആൾ ഒന്ന് വിലയിരുത്തി സംസാരിക്കുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാറല്ല പതിവ്. തൻ്റെ ഈ പരിശീലനത്തെ വളരെ ഗൗരവമായിട്ട് എടുത്തിരുന്നു എന്നെനിക്ക് വളരെ ഗൗരവമായിട്ട് തന്നെ എടുത്തിരുന്നു. അതുകൊണ്ട് എനിക്കെപ്പോഴും വലിയ താല്പര്യമായിരുന്നു ഇങ്ങനെ ഓരോ പടിപടിയായിട്ട് കടന്നു വരുന്ന സമയങ്ങൾ. പൂനെയിലായിരുന്ന സമയത്തൊക്കെ പിന്നെ ഫോൺ വിളിക്കാനും കൂടെ അവസരം ഉണ്ടായിരുന്നു. പൂനെ റെക്ടറച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാ, അച്ഛനിവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും ഫോണും വിളിക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് ആ ബന്ധം തുടർന്നു. സന്തോഷമുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അലക്സിസിൻ്റെ അമ്മയെ ഓർക്കുന്നു. ഒത്തിരിയേറെ പ്രതീക്ഷയോട് ആഗ്രഹത്തോടു കൂടി ദിവസത്തെ കാത്തിരുന്ന അമ്മച്ചി. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് അലക്സിസിൻ്റെ കുടുംബം, പെങ്ങന്മാർ, പ്രത്യേകിച്ച് ചേച്ചിമാരൊക്കെ വലിയ ആവേശത്തോടെയാണ് ഈ ഒരു പൗരോഹിത്യ സ്വീകരണത്തെ ഏറ്റെടുത്തതെന്ന് പട്ടത്തിന് കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ആ ഒരു വലിയ മഹത്വം അലക്സിസിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിനേക്കാൾ വലിയൊരു കുടുംബം ഈ മുളയം ഇടവകയുണ്ട്. ഇന്ന് അലക്സിസ് ഏറ്റവും വലിയൊരു കുടുംബത്തിലേക്ക്, സഭയാകുന്ന കുടുംബത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രത്യേകം നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. സന്യാസ സഭ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സന്യാസ സമൂഹത്തിൻ്റെ നിത്യവ്രതം തീർച്ചയായിട്ടും സന്യാസ സമൂഹത്തിനുള്ള നിത്യമായിട്ടുള്ള അർപ്പണമാണ്. എന്നാൽ അതിൽ നിന്ന് പൗരോഹിത്യ സ്വീകരണം, അത് സന്യാസ പൗരോഹിത്യമാണെങ്കിലും വ്യത്യസ്തമാക്കുന്നത് ഇത് സാർവത്രിക സഭയ്ക്ക് വേണ്ടി നിന്നെ തന്നെയുള്ള ഒരു സമർപ്പണമാണ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് കുടുംബത്തിലേക്കുള്ളൊരു സമർപ്പണമാണ്. ഇന്ന് നമ്മളുടെ സീറോ മലബാർ ആരാധനക്രമത്തിലുള്ള ലേഖനം വായിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ എങ്ങനെയാണ് കുടുംബത്തിൽ ജീവിക്കേണ്ടതെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ മോശയെയും യേശുവിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നുണ്ട്. മോശയും യേശുവും ദൈവത്തിൻ്റെ ഭവനത്തിലെ ശ്രേഷ്ഠരായിരുന്നു. എന്നാൽ യേശു മോശയേക്കാളേറെ ശ്രേഷ്ഠനായിരുന്നു. എന്താണ് കാരണം? മോശ ദൈവത്തിൻ്റെ ഭവനത്തിലെ വിശ്വസ്തനായ കാര്യസ്ഥനായിരുന്നു. അവൻ ഭൃത്യനെ പോലെയായിരുന്നു. എന്നാൽ യേശുവാകട്ടെ അവിടുത്തെ ഭവനത്തിലെ പുത്രനാണ്. ഇന്ന് അലക്സിസ് വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ ഭവനത്തിൽ അവിടുത്തെ പുത്രനായി വ്യാപരിക്കാനാണ്. പുത്രത്വത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ഭൃത്യൻ വിശ്വസ്തനാകുന്നത് അവൻ എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ട്, അവന് ചില കൃത്യമായിട്ടുള്ള നിയമങ്ങൾ കൊടുത്തിട്ടുണ്ടാകും, അവന് അതിൽ നിന്ന് കൂലി കിട്ടും. എന്നാൽ ഈ പണി അലക്സിസെ, പൗരോഹിത്യം, ഒരു കൂലിയും കിട്ടാനില്ല, വാസ്തവത്തിൽ ഒന്നും കിട്ടാനില്ല, കൊടുക്കൽ മാത്രമേ ഉള്ളൂ. ഭവനത്തിലെ മക്കൾ കുടുംബത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത് ഒന്നും കിട്ടാനല്ല, പക്ഷേ ആ ഭവനത്തിലായിരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. ഈ ഭവനത്തിലായിരിക്കുന്നതാണ് എൻ്റെ സന്തോഷം. ഈ ഒരു കൃപയുടെ ഒരു ജീവിതമാണ്. അത് കൃപയാണ്. എനിക്ക് ഈ ഭവനത്തിലായിരിക്കാൻ സാധിക്കുന്നത് ഞാൻ തിരഞ്ഞെടുത്തതല്ല, അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇവിടെ ആയിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു സാക്ഷാത്കാരം സംഭവിക്കുന്നത്.
ഈ കൃപയെ തിരിച്ചറിയുന്നതാണ് പൗരോഹിത്യം. നൽകപ്പെട്ട കൃപയാണ് പൗരോഹിത്യം, നീ തിരഞ്ഞെടുത്തതല്ല എന്ന് ഈ ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ധ്യാനിച്ചിട്ടുണ്ട്. ഇന്ന് സുവിശേഷവും ഈ മോശ വഴി നിയമം നൽകപ്പെട്ടു. അത് നിയമത്തിൻ്റെ ഒരു ജീവിതമാണ്. സന്യാസഭയിൽ നിയമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൃത്യം പാലിക്കണം. പക്ഷേ പുത്രത്വത്തിൻ്റേത് നിയമത്തെ അതിലംഘിക്കുന്ന നിൻ്റെ കൃപയോടുള്ള വലിയ പ്രത്യുത്തരമാണ്, ഔദാര്യമാണ്. ആ ഒരു ഔദാര്യമാണ് ഇന്ന് നീ തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അത് വലിയ സ്നേഹത്തോടുകൂടെ സമർപ്പിച്ചിരിക്കുന്നു. മരണം വരെ അപ്രകാരം വിശ്വസ്തയോടുകൂടി പരാതികളും പരിഭവങ്ങളുമില്ലാതെ കർത്താവിന് വേണ്ടി എന്തും ഏറ്റെടുക്കാൻ, ഏത് സഹനവും മരണവും വരെ ഏറ്റെടുക്കുവാൻ തയ്യാറുള്ള നല്ല ഒരു OIC സന്യാസ പുരോഹിതനായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് മാത്രമല്ല, എന്നും എൻ്റെ പ്രാർത്ഥന കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ ഒരു സ്വന്തം മകനെ പോലെ കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടെ ആശംസകൾ. നമ്മുടെ സ്നേഹമുള്ള അഭിവന്ദ്യ പിതാവ്, നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന് ഇടവകയുടെ ഒരു സ്നേഹ ഉപഹാരം, അതിൻ്റെ ഒരു ഫലകം പട്ടത്തിൻ്റെയും വിശുദ്ധ കുർബാനയുടെ ഓർമ്മയ്ക്കായി ഈ സമയം കൈക്കാരന്മാർ വഴി നവവൈദികന് അഭിവന്ദ്യ പിതാവ് നൽകുന്നു. ആശംസയർപ്പിക്കുന്നതിനായി നിർമ്മലദാസി സഭാ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ റവറൻ സിസ്റ്റർ LC ഇല്ലിക്കൽ SNDSനെ ക്ഷണിക്കുന്നു. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ അഭിവന്യ ടോണി പിതാവേ, നവവൈദികനായ മുളയം ഇടവകയുടെ അഭിമാനമായ ബഹുമാനപ്പെട്ട അലക്സിസ് അച്ച, ഹോം ഓഫ് ലോ ഡയറക്ടർ ബഹുമാനപ്പെട്ട ദേവസി പന്തല്ലുകാരനച്ച, ഈ ഇടവക വികാരി ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ സിജോണച്ച, OIC സഭയുടെ പ്രൊവിൻഷ്യലച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, SOS കുടുംബാംഗങ്ങളെ, മുളയം ഇടവകാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, മുളയം ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആത്മീയ ആനന്ദത്തിൻ്റെ പൊൻസുദിനമാണ്. അതിന് കാരണക്കാരനായ നവവൈദികനായ അലക്സിസ് അച്ഛന് ആശംസകൾ അർപ്പിക്കാനാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. മുളയം ഇടവകയിലുള്ള സമർപ്പിതരുടെ എല്ലാവരുടെ പേരിലും നിർമ്മലദാസി സമർപ്പിത സമൂഹത്തിൻ്റെ മുഴുവൻ സിസ്റ്റേഴ്സിൻ്റെ പേരിലും ഈ ഇടവകയുടെ പേരിലും അച്ഛന് ഹൃദ്യമായ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. സ്നേഹിച്ചതിനെയെല്ലാം ബലി ചെയ്ത് ബലിയെ മാത്രം സ്നേഹിക്കാനുള്ള ക്ഷണം, ആ ക്ഷണം സധൈര്യം ഏറ്റെടുത്തിരിക്കുകയാണ് അലക്സച്ചൻ. ഋഗ്വേദത്തിലെ ആദ്യ മന്ത്രം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ഓം അഗ്നിം എളേം പുരോഹിതം. വന്യവൈദിക പുരോഹിതനെ വന്ദിക്കുന്നു, അഗ്നിയായ പുരോഹിതനെ വന്ദിക്കുന്നു. അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുവാനായി അഗ്നിയിലേക്ക് ഇടുന്നതിനെയെല്ലാം വിശുദ്ധീകരിച്ച് ദൈവകരങ്ങളിലേക്ക് അർപ്പിക്കുന്നതാണ് അഗ്നിയുടെ ദൗത്യം. അതാണ് പുരോഹിത ധർമ്മം. ആ ധർമ്മം നിർവഹിക്കാനാണ് അച്ഛൻ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പുരോഹിത വഴിയെ പ്രശോഭിതനായി
പ്രകാശിതനായി കർത്താവിൻ്റെ വഴികളും മൊഴികളും അച്ഛൻ്റെ ജീവിതപാതയിൽ എന്നും കരുത്താകട്ടെ. സന്യാസ വൈദിക പരിശീലന ഭവനങ്ങൾ കൊണ്ട് സമർത്ഥമായ അനുഗ്രഹീതമായ മുളയം ഇടവകയ്ക്ക് ഇനിയും ധാരാളം മക്കളെ ദൈവരാജ്യ വേലയ്ക്കായി നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അച്ഛന് എല്ലാവരുടെ പേരിലും ഒരിക്കൽ കൂടി എല്ലാ പ്രാർത്ഥനാശംസകളും നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജനറൽ അമ്മയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തതായി തിരുപ്പട്ട സ്വീകരണ കമ്മിറ്റി ജനറൽ കൺവീനർ ഫ്രാൻസിസ് നീലങ്കാവിലെ ആശംസകൾ നേരുന്നതിനായി ക്ഷണിക്കുന്നു. അഭിവന്യ ടോണി പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, ബന്ധുജനങ്ങളെ, കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, മുളയം ഇടവകാംഗങ്ങളെ, മുളയം ഇടവകയെ സംബന്ധിച്ച് ഇന്ന് വളരെയേറെ സന്തോഷത്തിൻ്റെ ഒരു സുദിനം കൂടിയാണ്. മുളയം ഇടവകയിൽ ആദ്യമായി തിരുപ്പട്ടം സ്വീകരിച്ച് വൈദികനായി പ്രഥമ ദിവ്യബലി ഈ ഇടവക ദേവാലയത്തിൽ വെച്ച് നടത്തുമ്പോൾ മുളയം ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമാണ്. അച്ഛന് ഈ മുളയം ഇടവകയുടെ പേരിലും ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരിലും ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയത്തിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മാമോദീസ കർമ്മത്തിന് വേണ്ടി ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അച്ഛൻ്റെ തലതൊട്ടപ്പനായി നിൽക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. മാമോദീസ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോൾ തമാശ രൂപത്തിൽ പറഞ്ഞതാണെങ്കിലും അലക്സച്ചൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ കുഞ്ഞിനെ ഒരു വൈദികനാക്കാമെന്ന്. തമാശ രൂപത്തിലാണ് പറഞ്ഞത്. എന്നിരുന്നാലും ആ അമ്മയുടെ മനസ്സിൽ ആ ഒരു ചിന്ത വന്നു. പലപ്പോഴായി എന്നോട് സംസാരിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് മരിക്കുന്നതിനേക്കാളും കുറച്ച് കാലം മുമ്പ് അച്ഛൻ്റെ ആലുവയിൽ ഒരു പരിപാടിക്ക് വേണ്ടി വിളിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അലക്സച്ചൻ്റെ പട്ടം നമുക്ക് വളരെ ഗംഭീരമായി നടത്തണം, മുളയം റോട്ടിൽ നിന്ന് ഇവിടം വരെ തോരണം ഇടണം, എല്ലാം ഗംഭീരമാക്കണം, കൂടെ നിൽക്കണം എന്നെല്ലാം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് വളരെ ആത്മീയമായും അതുപോലെ തന്നെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും വളരെ ഭക്തിയോടുകൂടി തന്നെ ഈ മക്കളെയെല്ലാം വളർത്തി വലുതാക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആ കുടുംബത്തിലുള്ള ഭൂരിഭാഗം മക്കളും നല്ല നിലയിൽ തന്നെ പുറത്തും വിദേശത്തും ഇന്ത്യയിലും പല സ്ഥലങ്ങളിലായി നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നു. അതുപോലെ തന്നെ ഒരു മകനെ ദൈവത്തിൻ്റെ ദാസനായി വിളിക്കപ്പെടുവാനും എല്ലാം ആ അമ്മയുടെ ഒരൊറ്റ പ്രാർത്ഥനയുടെ ബലമാണ്. മരണപ്പെട്ടു പോയി എന്നിരുന്നാലും സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം കാണുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. അച്ഛൻ്റെ എല്ലാ ഭാവി പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബദനി മിഷനറി സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഫ്രാൻസ് തേട്ടന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇടവക ജനമായ നാം ഓരോരുത്തർക്കും നവവൈദികനായ ഫാദർ അലക്സിസ് പെലിശ്ശേരി OACയുടെ മറുപടി പ്രസംഗത്തിനായി കാതോർക്കാം. മറുപടി പ്രസംഗത്തിനായി നവവൈദികൻ ഫാദർ അലക്സിസ് പെലിശ്ശേരി OACയെ ഏറ്റവും ഹൃദയമായി ക്ഷണിക്കുന്നു. കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, ഗോഡ് ഹാസ് നോട്ട് കോൾഡ് ദ ക്വാളിഫൈഡ്, ഹി ക്വാളിഫൈസ് ദ കോൾഡ്. ദൈവം യോഗ്യതയുള്ളവരെ അല്ല വിളിച്ചത്, അവൻ വിളിച്ചവരെ യോഗ്യതയുള്ളവരാക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, തിരുപ്പട്ടത്തിൻ്റെ ശുശ്രൂഷകൾ കഴിഞ്ഞ് 12-ാം തീയതി ബഹുമാനപ്പെട്ട ജോയ്സിനച്ചൻ്റെ കൂടെ ഞാൻ മടങ്ങി വരുമ്പോൾ, ജോയ്സിനച്ചൻ തമാശയ്ക്ക് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു വാക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്തു. അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അവർ ഗോഡ് ഈസ് ആൻ ഓസം ഗോഡ്. നമ്മുടെ ദൈവം വിസ്മയനീയനായ ദൈവമാണ്. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് പരിശോധിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ട് സാധിക്കും, എൻ്റെ ദൈവം വിസ്മയനീയനായ ദൈവമാണ്. ഒരുപക്ഷെ ഉദരത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കപ്പെടാമായിരുന്ന ഒരു ജീവിതത്തെ, അല്ലെങ്കിൽ തെരുവോരങ്ങളിൽ വലിച്ചെറിയപ്പെടാമായിരുന്ന ഒരു ജീവിതത്തെ തമ്പുരാൻ തൻ്റെ അനന്തമായ കരുണയാലും പരിപാലനയാലും പരിശുദ്ധമായ ഈ മദ്ബഹായിൽ ബലിപീഠ ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, എൻ്റെ ദൈവം വിസ്മയനീയനായ ദൈവമാണ്. എൻ്റെ ജനനം മുതൽ ഈ നിമിഷം വരെ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം, പരിപാലന അനുഭവിച്ചറിയുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, നന്ദി പ്രസംഗത്തിന് ഒരു ആശ്വാസമുണ്ട്, കാരണം ഇത് ഏറ്റവും അവസാനത്തെ ആണല്ലോ എന്നുള്ളത്. എന്നാലൊരു ആകാംക്ഷയുണ്ട്, ഇത് എത്ര നേരം പോകുമെന്നുള്ളത്. ഇനി ഞാൻ പ്രസംഗം ചുരുക്കിയ കുറേ പേര് പറയും, ഞങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ഇനി എല്ലാവരെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, അത്രയും നീട്ടേണ്ട കാര്യമില്ലായിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം വൈകി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, എന്നാൽ എല്ലാവരെയും പറയാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ പേര് മാത്രം പറഞ്ഞു പോവുകയാണ്. മറ്റുള്ളവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല എന്ന് എല്ലാവരും തിരിച്ചറിയണമെന്ന് ആദ്യമേ അപേക്ഷിച്ചുകൊണ്ട്, സ്നേഹമുള്ളവരെ, ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തിയത് ദൈവത്തിന് തന്നെയാണ്, അവിടുത്തെ അനന്തകാരുണ്യത്തെ ഓർത്ത്. തൃശ്ശൂർ അതിരൂപതയുടെ അഭിവന്യ പിതാക്കന്മാർ, അഭിവന്യ തൂങ്കുഴി പിതാവ്, അഭിവന്യ താഴത്ത് പിതാവ്, അഭിവന്യ ടോണി പിതാവ്, അഭിവന്യ തട്ടിൽ പിതാവ്, പിതൃസഹജമായ വാത്സല്യത്തോടെ എന്നും എന്നെ ചേർത്ത് നിർത്തിയവരാണ്. ടോണി പിതാവിൻ്റെ ആത്മീയ പിതാവാണ്. ഞാൻ എല്ലാ വെക്കേഷന് വരുമ്പോഴും പിതാവ് സൂചിപ്പിച്ചതുപോലെ പിതാവിൻ്റെ അടുത്ത് സ്പിരിച്വൽ കോൺഫറൻസ് നടത്തി വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് പിതാവ് തരുന്ന മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടേ പോകാറുള്ളൂ. അന്ന് ടോണി അച്ഛനായിരിക്കുമ്പോൾ തൊട്ട് ഉള്ള ഒരു ബന്ധം. തട്ടിൽ പിതാവ് എന്നും എൻ്റെ ഒരു റോൾ മോഡലായിരുന്നു. തട്ടിലച്ഛനെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ തട്ടിൽ പിതാവിനെ കണ്ടുകൊണ്ടാണ് ഒരു വൈദികനാകണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉടലെടുത്തിട്ടുള്ളത്. തട്ടിൽ പിതാവ് ഇവിടെ പ്രസംഗിക്കുമ്പോൾ മിശിഹായിൽ സ്നേഹമുള്ളവരെല്ലാം പറഞ്ഞിട്ട് പിതാവ് അവസാനം വിളിക്കും, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞു മക്കളെ. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തോ എന്ന് വിളി കേൾക്കണം. വിളിച്ചില്ലെങ്കിൽ പിതാവ് ചോദിക്കും, കേട്ടില്ല, ഒന്നുകൂടി ആവർത്തിക്കാൻ പറയും. തീർച്ചയായും തട്ടിൽ പിതാവിലൂടെ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുമകനെ എന്ന് വിളിച്ചത് എൻ്റെ ദൈവം തന്നെയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. സ്നേഹമുള്ളവരെ, അഭിവന്യ താഴത്ത് പിതാവാണെങ്കിലും എന്നും പിതൃസഹജമായ വാത്സല്യത്തോടെയാണ് എന്നെ
എൻ്റെ പരിശീലനത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഭിവന്യ പിതാക്കന്മാരോട് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അഭിവന്യ ടോണി പിതാവ് ഇവിടെ കടന്നു വരുമെന്ന്. ഞാൻ തിരുപ്പട്ടത്തിന് മുമ്പ് പിതാക്കന്മാരെ എല്ലാം പോയി കണ്ടിരുന്നു. അഭിവന്യ തട്ടിൽ പിതാവാണ് ഈ കാപ്പ വെഞ്ചരിച്ച് തന്നത്. അഭിവന്യ തൂങ്കിഴി പിതാവാണ് കാസ പിലാസ വെഞ്ചരിച്ച് തന്നത്. അതുപോലെ താഴത്തെ പിതാവിൻ്റെയും ടോണി പിതാവിൻ്റെയും അനുഗ്രഹാശിസുകളോട് കൂടെയാണ് ഞാൻ തിരുപ്പട്ടത്തിന് പ്രവേശിച്ചത്. അഭിവന്യ പിതാക്കന്മാർ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും ഇടവകജനത്തിൻ്റെ മുഴുവൻ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയെ സഹകാർമ്മികരായ വൈദികർക്ക് ബഹുമാനപ്പെട്ട ജോയ്സനച്ചൻ, അതുപോലെ തന്നെ ബദനി സന്യാസ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വർഗീസ് സറമുട്ടമ്മച്ചൻ ജനറൽ കൗൺസിലറാണ്, അച്ഛനും സന്നിഹിതനായിരുന്നു. സഹകാർമ്മികരായിട്ടുള്ള വൈദികരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ബദനി സന്യാസ സമൂഹത്തിൽ എന്നെ പരിശീലിപ്പിച്ചിട്ടുള്ള എൻ്റെ ഫോർമേറ്റേഴ്സ്, ഞാൻ പേര് എഴുതിയിട്ടുണ്ട്, പക്ഷേ പേര് വായിക്കാൻ സമയമില്ല. എൻ്റെ സ്പിരിച്വൽ ഫാദേഴ്സ്, എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടേഴ്സ്, എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു, അവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ഇടവകയിലെ മുൻ വികാരിമാർ, ഇവിടെ പലരും ഞായറാഴ്ച ആയതുകൊണ്ട് എത്താൻ സാധിക്കാത്തത് കൊണ്ട് ഇന്നലെയും ഇന്നുമായി പല സമയത്ത് എന്നെ വന്ന് കണ്ടു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജോയ് കൊള്ളന്നൂരച്ഛൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആൻ്റണി കുരുതോളങ്ങരച്ഛൻ, ഇവർ രണ്ടുപേരും എന്നെ വന്ന് പ്രത്യേകം കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. അവരോടുള്ള എല്ലാ മുൻവികാരിമാരോടുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. എൻ്റെ ഇടവകയിലെ സിസ്റ്റേഴ്സ്, നിർമ്മലദാസ് സിസ്റ്റേഴ്സ്, മർത്ത സിസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സ് ഓഫ് മൗണ്ട് കാൽവരി, അതുപോലെ തന്നെ ഈ പട്ടത്തിൻ്റെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് സ്നേഹത്തോടെ കരുതലോടെ എന്നെ അനുഗമിച്ച ചാരിറ്റി സിസ്റ്റേഴ്സ്, സമരിറ്റൻ സിസ്റ്റേഴ്സ്, CMC തൃശ്ശൂർ പ്രോവിൻസ് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ആത്മീയമായ ജീവിതത്തിൽ വെല്ലുവിളികളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ട സമയത്ത് ദൈവവിളിയിൽ ഒരു വേള പതറിപ്പോയ നിമിഷങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേകം സമർപ്പിതരുണ്ട്. സിസ്റ്റർ കാർമൽ എന്നിവിടെ സന്നിഹിതയാണ്. സിസ്റ്റർ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ ഏഞ്ചലിറ്റ് SIC ഇവിടെ സന്നിഹിതയാണ്. സിസ്റ്റർ, ഞാൻ ഗിരിദീപത്തിൽ പഠിക്കുന്ന സമയത്ത് സിസ്റ്റർ അന്ന് പറഞ്ഞാണ്, മോനെ നീ ഒരു അച്ഛനാവണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛനായിക്കോളാം. സിസ്റ്റർ പറഞ്ഞു, അതല്ല, നീ ബദനിയിലെ അച്ഛനാവണം. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ ബദനിയിലെ അച്ഛനാവില്ല. സിസ്റ്റർ പറഞ്ഞു, എന്നാൽ മോനെ നീ ബദനിയിലെ അച്ഛനായി ആവുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും സിസ്റ്റർ പിന്നീട് ഞാൻ ഫോർമേഷൻ പല വർഷങ്ങൾ കഴിഞ്ഞ് സിസ്റ്ററിനെ ഒരിക്കൽ കണ്ടപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു, അന്ന് ഗിരിദീപത്തിൽ കണ്ട കുട്ടിയല്ലേ? ഞാൻ പറഞ്ഞു അതെ. സിസ്റ്ററിൻ്റെ ശീമോ നമസ്കാരം എടുത്തുകൊണ്ട് വന്ന് അതിൽ നിന്നൊരു പേപ്പർ എന്നെ കാണിച്ചു. അതിൽ അലക്സിസ് എന്ന പേര് എഴുതിയിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ സിസ്റ്റർ എനിക്ക് വേണ്ടി, ഞാൻ ബദനിയിൽ ചേരാൻ വേണ്ടി സിസ്റ്റർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് തീർച്ചയായിട്ടും എൻ്റെ ബദനിയിലേക്കുള്ള ദൈവവിളി എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ എൻ്റെ വൊക്കേഷനെ സ്വാധീനിച്ചിട്ടുള്ള ധാരാളം നല്ല വ്യക്തികളുണ്ട്. വൊക്കേഷനിസ്റ്റ് ഫാദേഴ്സ്, പ്രത്യേകിച്ച് ജോസഫ് അച്ഛൻ, അതുപോലെ തന്നെ CMI ആശ്രമം തലൂർ, അതുപോലെ തന്നെ ബദനി ആശ്രമത്തിൽ ഞാൻ പരിശീലനത്തിൽ, ബദനി ഗിരിദീപം സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വൈദികർ, ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ ഗിവർഗീസ് അച്ഛൻ, രണ്ടുപേരും എൻ്റെ പ്രിൻസിപ്പൽസ് ആയിരുന്നു. അവരുടെ ജീവിതം, അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഷമാശന്മാരുടെ ജീവിതം, ഇതെല്ലാം തീർച്ചയായും എൻ്റെ വൊക്കേഷനെ സഹായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ക്യാമ്പ് കൂടി പോയി തിരിച്ച് വന്നപ്പോൾ ഞാൻ +2 കഴിഞ്ഞ് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ 2 വർഷം മുടങ്ങാതെ എന്നെ ഫോൺ വിളിക്കുകയും ഗിരിദീപം ബോർഡിങ്ങിലേക്ക് മുടങ്ങാതെ ഫോൺ വിളിക്കുകയും അതുപോലെ തന്നെ കത്ത് എഴുതുകയും ക്രിസ്മസ് ഗ്രീറ്റിങ്സ് അയച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊരുങ്ങിയതല്ല, ഈ പേരിപ്പോൾ പറയണമെന്ന് ചിന്തിച്ചതല്ല, പക്ഷേ ഈ പേര് എൻ്റെ മനസ്സിലിപ്പോൾ വെളിപ്പെട്ട് കിട്ടിയതാണ്. ബഹുമാനപ്പെട്ട ആഞ്ചലോ അച്ഛൻ ബ്രദറായിരുന്നു. ആ 2 വർഷം അച്ഛൻ തുടരെ എനിക്ക് കത്തുകൾ എഴുതുമായിരുന്നു, ക്രിസ്മസ് ഗ്രീറ്റിങ്സ് അയക്കുമായിരുന്നു, ഫോൺ വിളിക്കുമായിരുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ആഞ്ചലോ അച്ഛനെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. സ്നേഹമുള്ളവരെ, ഇനിയും ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ ഒത്തിരി പേരുണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാവരിലേക്കും കിടക്കുന്നില്ല. ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ
തിരുപ്പട്ടത്തിൻ്റെ ക്രമീകരണം ഏറ്റവും ഭംഗിയായി നടക്കുവാനായിട്ട് സഹായിച്ച ധാരാളം വ്യക്തികളുണ്ട്. മദ്ബഹായും അതുപോലെ തന്നെ പള്ളിയും പരിസരങ്ങളും എല്ലാം വൃത്തിയായി അലങ്കരിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുണ്ട്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ ശുശ്രൂഷയാണ്. നിങ്ങളുടെ അധ്വാനത്തിന് ദൈവം വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾ തീർച്ചയായും ഉണ്ടാകുമെന്ന് ഉറപ്പ് തരുന്നു. അതുപോലെ ഈ വിവിധ കമ്മിറ്റികളിലായി ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അവസാനമായി ഞാൻ നന്ദിയോടെ ഓർക്കുന്നത് എൻ്റെ അമ്മയാണ്. തീർച്ചയായിട്ടും ഈ തിരുപ്പട്ടം കാണണം, അല്ലെങ്കിൽ എൻ്റെ പുത്തൻ കുർബാന കാണണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയെ സ്വർഗം കൂട്ടിക്കൊണ്ട് പോയെങ്കിലും തീർച്ചയായും എൻ്റെ പൗരോഹിത്യ യാത്രയിൽ അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥം എന്നും എനിക്ക് സഹായകരമായിരുന്നു. അമ്മ സ്വർഗത്തിലിരുന്ന് ഇന്ന് സന്തോഷിക്കുന്നുണ്ട്. എനിക്ക് ആ സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും കണ്ണീരുമാണ്, അമ്മയുടെ പരിത്യാഗ പ്രവൃത്തികളാണ് എൻ്റെ ദൈവവിളിയെ പരിപോഷിപ്പിച്ചത് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കരുതലിൻ്റെ കരുത്തേകിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എനിക്ക് ഒരു ടെൻഷനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഈ നിമിഷം വരെ. തിരുപ്പട്ടവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അമ്മയുടെ സ്വപ്നം ഏറ്റവും ഭംഗിയായി നടത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ കഠിനമായി പ്രയത്നിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾക്ക് നൽകാൻ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങളെ ഓർക്കാത്ത ഒരു വിശുദ്ധ ബലി പോലും ഉണ്ടാകില്ല. എൻ്റെ അമ്മയെയും എൻ്റെ സഹോദരങ്ങളെയും എനിക്ക് വേണ്ടി പ്രാർത്ഥനയുടെ കരമുയർത്തിയ എല്ലാവരെയും ഓർക്കാത്ത ഒരു ബലി പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന ഉറപ്പ് മാത്രമേ എനിക്ക് നിങ്ങളോട് തരാനുള്ളൂ. സ്നേഹമുള്ളവരെ, അവസാനമായി സാമുവേലിൻ്റെ പുസ്തകത്തിൽ ദേവാലയ പ്രതിഷ്ഠ കഴിഞ്ഞ്, ദേവാലയ ശുദ്ധീകരണം കഴിഞ്ഞ് സാമുവേൽ ഒരു പ്രാർത്ഥനയുണ്ട് ആ പുസ്തകത്തിൽ, മനോഹരമായ. അതിപ്രകാരമാണ്: സർവ പരിശുദ്ധിയുടെയും ഉടയവനായ ദൈവമേ, ഈയിടെ ശുദ്ധീകരണം കഴിഞ്ഞ ഈ ആലയത്തെ എന്നേക്കും അതിൻ്റെ പരിശുദ്ധിയിൽ സംരക്ഷിക്കണമേ. സർവ പരിശുദ്ധിയുടെയും ഉടയവനായ ദൈവമേ, ഈയിടെ ശുദ്ധീകരണം കഴിഞ്ഞ ഈ ആലയത്തെ എന്നേക്കും അതിൻ്റെ പരിശുദ്ധിയിൽ സംരക്ഷിക്കണം. ഈ പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അതുപോലെ തന്നെ പൂന കമ്മ്യൂണിറ്റിയിൽ നിന്ന് പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട ടൈറ്റസ് അച്ഛൻ ഇവിടെ സന്നിഹിതനാണ്. അച്ഛൻ എൻ്റെ ഒരു ഉറ്റ സുഹൃത്താണ്. അച്ഛനോട് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം പൂന പരിശീലന കാലഘട്ടത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ, വിഷമങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്തും പങ്കുവയ്ക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അച്ഛൻ്റെ അടുത്തുണ്ടായിരുന്നു. അച്ഛന് ഞാനും പലതവണ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വഴക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെയും അച്ഛൻ എന്നെ ചേർത്ത് നിർത്തും. ആ ഒരു തന്ന സ്വാതന്ത്ര്യത്തിനും അതുപോലെ ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള എൻ്റെ ബദനിയിലെ എല്ലാ ചേട്ടനച്ഛന്മാരോടുമുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നല്ലൊരു സന്ദേശവും നന്ദിയും നമുക്ക് നൽകിയ നവവൈദികന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഈ പൊതുയോഗത്തിലേക്ക് കടന്നു വന്ന ഏവർക്കും നന്ദി ആശംസിക്കുന്നതിനായി ഇടവചനത്തിൻ്റെ പ്രതിനിധിയായ കൈക്കാരൻ ജിൻസൺ പെല്ലിശ്ശേരിയെ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ ടോണി പിതാവേ, വേദിയിലിരിക്കുന്ന വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ആദ്യമായിട്ട് തന്നെ ഞാൻ നമ്മുടെ ഇടവയ്ക്ക് ഒരു വൈദികനെ തന്ന നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഇത്രയേറെ പ്രായമായിട്ടും നമ്മുടെ പിതാവ് അച്ഛനെ അനുഗ്രഹിക്കാനും ഈ വേദിയിലേക്ക് വന്നതിന് തൂങ്കുഴി പിതാവിന് ഞാൻ
ഈ അവസരത്തിൽ ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. വൈകിയാണെങ്കിലും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ടോണി പിതാവിനെ സ്നേഹത്തോടെ ഇടവകയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ബദനി ആശ്രമത്തിൻ്റെ പ്രൊവിൻഷ്യൽ ജോർജ് ജോസഫ് അയ്യനത്തെ അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമുക്ക് ഈ അവസരത്തിൽ യൂട്യൂബിൽ ഈ പ്രോഗ്രാം പോകുന്നുണ്ടായിരുന്നു. മീഡിയ കത്തോലിക്ക ആണ് നമുക്കത് ഒരുക്കി തന്ന അതിൻ്റെ ഫാദർ ഡെൽജോ പുറത്തുവരച്ചനെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ ഒത്തിരി നീട്ടുന്നില്ല. ഇവിടെ വന്ന എല്ലാ വൈദികരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും നമ്മുടെ SND ജനറൽ സിസ്റ്റർ ഇവിടെ ഇരിക്കുന്നുണ്ട്, എൽസി സിസ്റ്ററെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇടവകയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇനി 3 കാര്യങ്ങളും കൂടി ഉണ്ട്. ചെറിയ കാര്യങ്ങളാണ്. നമ്മുടെ പ്രിയമുള്ള അലക്സിസ് അച്ഛൻ നവവൈദികൻ്റെ ആശീർവാദം നമുക്ക് തരുന്നതാണ്. അതിനുശേഷം പൗരോഹിത്യത്തോടുള്ള നമ്മുടെ സ്നേഹവും മതിപ്പും ആശംസകളൊക്കെ പകരുന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട അലക്സിസ് അച്ഛൻ്റെ കൈ ചുംബിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ്. ഭക്ഷണക്രമത്തെ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മേരിമാത മേജർ സെമിനാരിയിൽ വെച്ചാണ് മുഴുവൻ ജനത്തിനും ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ക്രമീകരണം മേരിമാത മേജർ സെമിനാരിയിലെ തിയോളജി ബ്ലോക്കിലാണ് ബഹുമാനപ്പെട്ട വൈദികർക്കും സന്യസ്തർക്കും ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. മുഴുവൻ ദൈവജനത്തിനും താഴെ ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടി ഉള്ളവർക്ക് അങ്ങോട്ട് പോകാവുന്നതാണ്. വാഹന സൗകര്യം ഇല്ലാത്തവർക്ക് ഇവിടെ നിന്ന് സെമിനാരിയിലേക്ക് വാഹന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഒരിക്കൽ കൂടെ അനുഗ്രഹസമ്പന്നമായ ഈ ദിവസം ധന്യമാക്കാൻ ഇവിടേക്ക് കടന്നു വന്ന എല്ലാവർക്കും നവവൈദികനും എല്ലാവർക്കും ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും വിശുദ്ധ പാട്രിക്കിൻ്റെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നവവൈദികൻ്റെ കൈ ചുംബിക്കാനായിട്ടുള്ള അവസരമാണ്. ഗായക സംഘം ഗാനം ആലപിക്കുന്നു. നവവൈദികൻ ബലിപീഠത്തിൻ്റെ മുൻപിലേക്ക് കടന്നു വരും.
ഭൂവിൻ താളുകളിൽ എനിക്കായൊരു ജീവൻ സ്നേഹത്താൽ ഒരുക്കി. തൃക്കൈകളീ ഭൂവിൻ താളുകളിൽ എനിക്കായൊരു ജീവൻ സ്നേഹത്താൽ ഒരുക്കി. ആ ജീവനേകുവാനിതാ വരുന്നു, എൻ ജീവിതം യാഗമായേകിടുവാൻ. ആ ജീവനേകുവാനിതാ വരുന്നു, എൻ ജീവിതം യാഗമായേകിടുവാൻ. യേശുവിൻ ബലിയാകുവാൻ, തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ. നിത്യമാം ജീവൻ നേടാൻ, നിത്യമാം ജീവൻ നേടാൻ. തിരുഗ്രന്ഥത്തിൻ പാവന താളുകളിൽ എനിക്കായി നവ്യമാം ദിവ്യഹിതമെഴുതി. തിരുഗ്രന്ഥത്തിൻ പാവന താളുകളിൽ എനിക്കായി നവ്യമാം ദിവ്യഹിതമെഴുതി. ആഹിതം നിറവേറ്റാനിതാ വരുന്നു, എൻ ഹിതം യാഗമായേകിടുവാൻ. ആഹിതം നിറവേറ്റാനിതാ വരുന്നു, എൻ ഹിതം യാഗമായേകിടുവാൻ. യേശുവിൻ ബലിയാകുവാൻ, തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ. യേശുവിൻ ബലിയാകുവാൻ, തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ. നിത്യമാം ജീവൻ നേടാൻ യേശുവിൻ ബലിയാകുവാൻ, തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ. നിത്യമാം ജീവൻ നേടാൻ. പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാഗമായി. പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാഗമായി ഒരുക്കിയെന്നെ എന്റെ നാഥൻ. നിത്യമാം ജീവൻ നേടാൻ, നിത്യമാം ജീവൻ നേടാൻ. തൃക്കൈകളീ ഭൂവിൻ താളുകളിൽ എനിക്കായൊരു ജീവൻ സ്നേഹത്താൽ ഒരുക്കി. തൃക്കൈകളീ ഭൂവിൻ താളുകളിൽ എനിക്കായൊരു ജീവൻ സ്നേഹത്താൽ ഒരുക്കി. ആ ജീവനേകുവാനിതാ വരുന്നു, എൻ ജീവിതം യാഗമായേ
തിരുഗ്രന്ഥത്തിൻ പാവന താളുകളിൽ എനിക്കായി നവ്യമാം ദിവ്യഹിതമെഴുതി. തിരുഗ്രന്ഥത്തിൻ പാവന താളുകളിൽ എനിക്കായി നവ്യമാം ദിവ്യഹിതമെഴുതി. ആഹിതം